ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ കൂട്ടുകാരെ വിശേഷം? അപ്പോൾ എന്തൊക്കെ ഇങ്ങോട്ടൊക്കെ വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ദാ മക്കളെ, ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഞങ്ങളെക്കൊണ്ടൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് രാവിലെ തുടങ്ങിയ പണിയാണ്. രാവിലെ എണീച്ച് ചോറ് വെച്ച് ഉരുളക്കിഴങ്ങ് വറുത്ത്, പിന്നെ കറി ഇന്ന് വെച്ചില്ല കേട്ടോ. മീൻ കറി ഉണ്ടായിരുന്നു ഇന്നലത്തെ. അപ്പോൾ ഞാനും റിയാസ്റ്റിയും മാത്രമേ ഉള്ളൂ ഇന്ന്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി. പിന്നെ ഉമ്മയും ഇപ്പൊന്നും ഇല്ല. അവർ ഇന്നലെ മണ്ണാർക്കാട് പോയി. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ണാർക്കാട് പോകുന്നൊക്കെ. അപ്പോൾ എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും താഴെ. പിന്നെ ഇപ്പോൾ നമുക്ക് എവിടെയും പോകാനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ അടിച്ച് പൊളിച്ച് കഴിഞ്ഞു. അപ്പോൾ അതാ ഞാൻ ജസ്റ്റ് സാരിയൊക്കെ ഒന്നിങ്ങനെ സോപ്പ് പൊടി മുക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉണങ്ങാൻ. പിന്നെ അവരൊക്കെ പോയി, ആരുമില്ല ഇവിടെ. ഞാനും റിയാസ്ക്ക് മാത്രമേ ഉള്ളൂ. റിയാസ്ക പിന്നെ ഒട്ടും റൊമാൻറ്റിക്കല്ല. റിയാസ്കാനെ കാണിച്ചു തരാം കേട്ടോ പേര്. അപ്പോൾ ഇതാ റിയാസ്ക്ക് ഇതാ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കുളിയും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ചു. കുട്ടികളില്ലെങ്കിൽ കേട്ടോ, നല്ല തുടച്ചാലൊക്കെ ഒന്ന് വൃത്തിയായി കിടക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ മണ്ണ് ചവിട്ടി ഇങ്ങനെ കയറും. പിന്നെ ഞാൻ സാരിയൊക്കെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കശക്കി സോപ്പ് പൊടി മുക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ കറി ഉണ്ട് ഇന്നലത്തെ. പിന്നെ ഉരുളക്കിഴങ്ങ് വറുത്തതുണ്ട്. റിൻഷിമോൾക്ക് പിന്നെ ചോറ് കൊണ്ടുപോകണമല്ലോ നേരത്തെ. അപ്പോൾ ഞാൻ നേരത്തെ കറിയൊക്കെ ആക്കി. പിന്നെന്താ റിയാസ്ക പിന്നെ അതാ ഓടി ക്ഷീണിച്ച് വന്ന് കിടക്കട്ടെ. ഇനി ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോകും. പിന്നെ ഉമ്മ ഇപ്പം ഇവിടെ എല്ലാവരും മണ്ണാർക്കാട് പോയി. പിന്നെ റിയാസ്കാൻ്റെ കാര്യം ഒട്ടും റൊമാൻറ്റിക്കല്ല മക്കളെ. ഭയങ്കര ടെൻഷനാണ്. എപ്പോഴും ടെൻഷൻ. എന്ത് ചോദിച്ചാലും 1008 ആവലാതി പറയും. എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ എന്താണ് 1008 ആവലാതിയാണ് പറയട്ടെ. എപ്പോഴും ഒരു റൊമാൻറ്റിക്കല്ല ആൾ. കുറച്ചൊക്കെ റൊമാൻറ്റിക് ആവണ്ടേ. അപ്പോൾ ഞാൻ റിയാസ്ക്ക് മാത്രമേ ഉള്ളൂ. കുട്ടികളൊന്നുമില്ല. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി. റജിക്കുട്ടിനെ അംഗനവാടിയിലാക്കി. പിന്നെന്താ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അപ്പം നിങ്ങളോട് കുറച്ച് നേരം വർത്തമാനം പറയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ അടിപൊളി ഗംഭീര പരിപാടിയായിരുന്നു. മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞു കേട്ടോ. നമ്മുടെ ജീവിതം ഒരു 4 ചുമരുകൾക്കുള്ളിലുള്ള ജീവിതമാണ്. അതിപ്പോൾ എന്താ പറയുക, നമ്മുടെ ഫാത്തിമ കുട്ടി കാരണം നമുക്ക് എല്ലാവരും മുമ്പിൽ പോകാനും ഒക്കത്തിനും നമുക്കൊരു എന്താ പറയുക, നമ്മുടെ സന്ധ്യ മേഡം കാരണം നമുക്ക് എല്ലാത്തിനും പറ്റി എല്ലാവരെയും അറിയപ്പെടാനും നമുക്കറിയാത്ത വ്യക്തികളൊക്കെ നമുക്ക് പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞു കേട്ടോ. കുറേ ഫാമിലികൾ നമുക്ക് ഫ്രണ്ട്സായി, കൂട്ടായി എന്നൊക്കെ തന്നെ പറയാം. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം നമ്മൾ അടിച്ച് പൊളിച്ചു എന്ന് തന്നെ പറയാം. നല്ല ഗംഭീരം പരിപാടിയായിരുന്നു. നല്ല മറക്കാൻ പറ്റാത്ത ഒരു ഇനിയും അത് എന്താ പറയുക, സോളിൻ്റെ കുടുംബം ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്നാണ് കേട്ടോ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയം. അതെന്തായാലും പറയാൻ വാക്കുകളില്ല. അടിപൊളി ഗംഭീര പരിപാടിയായിരുന്നു. അങ്ങനെ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇതാട്ടോ. അങ്ങനെയപ്പോൾ നിങ്ങളോട് വിശേഷങ്ങളായിട്ട് വന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ പണിയൊന്നുമില്ല. ഫുഡ് കഴിക്കുക. 2:30ക്ക് കുട്ടിനെ വിളിക്കാൻ പോകണം. പിന്നെ നിസ്കരിച്ച് ചോറൊക്കെ കഴിച്ച് ഞാനും റിയാസ്ക്കും കൂടെ പോകാം. പിന്നെ റിയാസ്ക പിന്നെ കളിയും ചിരിയൊന്നുമില്ല. റൊമാൻറ്റിക്കൊക്കെ കുറവാണ്. അങ്ങനെയാണ്, പണ്ട് മുതലേ അങ്ങനെയാണ്. അപ്പം എന്നാൽ ശരി മക്കളെ, പിന്നെ കാണാം. പിന്നെ നമ്മുടെ തൊടിയൊക്കെ നല്ല കാടൊക്കെ പോയി അടിപൊളിയായിട്ടിട്ടാ. മരങ്ങൾ കംപ്ലീറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി പുറത്തത്തെ പാമ്പുകളൊക്കെ അകത്ത് വരുമെന്നുള്ള സംശയം. തൊടി നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ തൊടിയത്തെ പാമ്പുകളൊക്കെ നമുക്ക് ഒച്ച അനക്കം തീരല്ല പറഞ്ഞാൽ എന്തായാലും വരും. അപ്പോൾ അവരങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. കാട് കംപ്ലീറ്റ് മരങ്ങളൊക്കെ വെട്ടി നല്ല, ഞാനതൊരു കാണിച്ചു തരാം കേട്ടോ. ഒഴിഞ്ഞ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ സ്ഥലം വിൽക്കാനുള്ള പരിപാടിയാണോ എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ നമ്മളൊക്കെ ഇവിടെ നിന്ന് ഒഴിയേണ്ടി വരും തോന്നുന്നു. അവരിത് മൊത്തം തട്ടിയിട്ട് വലിയ വീടൊക്കെ എടുക്കാനുള്ള പ്ലാനാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് മാറാൻ ഒരു എന്താ പറയുക സാഹചര്യമായിക്കൊണ്ട് വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കംപ്ലീറ്റ് വെട്ടിയിട്ടാണ് നമ്മുടെ. ഇനി നമുക്ക് ബാക്കിലൊക്കെ ശ്രദ്ധിച്ച് വേണം പെരുമാറാൻ. കാരണം ഫുൾ കുടിക്കുന്ന ആൾക്കാരാണ്. ചാടി മറിഞ്ഞ് വീട്ടിലേക്ക് വരാനൊക്കെ നല്ല മര്യാദ. ഇവിടെ തന്നെ 2 വട്ടപ്പോൾ കള്ളന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് പേടി. പ്രായമായ ആൾക്കാർ കഴുത്തിലും കയ്യിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പാടത്ത് പണിക്കൊക്കെ വരും. നമ്മുടെ കൃഷി ഉണ്ടല്ലോ പാടത്ത് അപ്പുറത്ത്. അപ്പോൾ അതിന് അവരിങ്ങനെ
നെൽകൃഷിൻ്റെ കാര്യം നോക്കാനും പിന്നെ പയറൊക്കെ ഇട്ടതിന് പറിക്കാനൊക്കെ ഒരു 2-3 അമ്മമാർ വരും കേട്ടോ. അപ്പം അവൻ്റെ കാലിലും കഴുത്തിലൊക്കെ ഉണ്ട്, കയ്യിലൊക്കെ ഉണ്ട്. അത് കണ്ടിട്ടാണോ കള്ളന്മാർ വരുന്നത് എന്ന് അറിയില്ല. ഇനി നമുക്ക് പേടി കൂടുതലാണ്, കാരണം തൊടി വൃത്തിയായി ഇനി വേഗം മതിൽ ചാടി വരാനും ഒക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നുകൊണ്ട് ഇനി നല്ല സൂക്ഷിക്കണം. അപ്പോൾ അതാണിപ്പോൾ ചിലപ്പം മൊത്തത്തിൽ ഒരു ഫ്ലാറ്റ് ഒരു വലിയ ഇനിയിപ്പോൾ അത് അവർ വാടകയ്ക്കൊന്നും കൊടുക്കൂലെന്ന് തോന്നുന്നു. അവർ കുടുംബത്തിലുള്ളവർ തന്നെ എടുത്തിട്ട് ഇങ്ങനെ കെട്ടിയിരിക്കാനാണ് പ്ലാന് തോന്നുന്നു കേട്ടോ. നമ്മളൊക്കെ ചിലപ്പോൾ ഇവിടുന്ന് മാറേണ്ടി വരും, പറയാൻ പറ്റില്ല. അപ്പോൾ ശരി എന്നാൽ മക്കളെ, ഇനി ഞാൻ സ്കരിച്ച് ഫുഡൊക്കെ കഴിച്ച് ഫാത്തിമക്കുട്ടിനെ വിളിക്കാൻ പോകണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ.